ഓം ശാന്തി. ശാന്തമായിരുന്ന് ഞാൻ സ്വയം തന്നെ എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ കാണുന്നു. ഞാനൊരു നിരാകാരി ആത്മാവാണ്. ഈ ശരീരം എൻ്റെ വസ്ത്രമാണ്. ഞാൻ ഭ്രുകുടി മധ്യത്തിൽ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട അവസ്ഥയിൽ പ്രകാശിക്കുന്ന ഒരു ജ്യോതിർബിന്ദുവാണ്. ഞാൻ ഗുപ്തമാണ്. എൻ്റെ ദൈവിക രാജധാനി സ്ഥാപിതമാകുകയാണ്. ഞാൻ നിരാകാരി ആത്മാ ആത്മീയ പിതാവിനെ അതിസ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. എൻ്റെ പിതാവ് ജ്ഞാനസാഗരമാണ്. സത്വചിത്ത ആനന്ദ സ്വരൂപമാണ്. ശാന്തിയുടെ സാഗരമാണ്. അച്ഛനായും ടീച്ചറായും സദ്ഗുരുവായും എൻ്റെ പാലന ചെയ്യുന്നു. ഞാൻ ഈശ്വരീയ കുടുംബത്തിലാണ്. ഞാൻ എൻ്റെ ശക്തി സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. പരമധാമത്തിൽ നിന്നും ശിവബാബ ശക്തിശാലി കിരണങ്ങളാൽ എനിക്കുമേലെ ഛത്രഛായ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ കിരണങ്ങൾക്ക് കീഴിൽ എൻ്റെ മുഴുവൻ പരിവാരത്തിലെ ആത്മാക്കളും സുരക്ഷിതരാണ്. പരമാത്മ കിരണങ്ങൾ എൻ്റെ മുഴുവൻ പരിവാരങ്ങളെയും സുരക്ഷിതമാക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാ പരമാത്മ ശക്തികളാൽ സുരക്ഷിതമാണ്. ഞാൻ ഈശ്വരീയ കുടുംബത്തിലേതാണെന്ന ലഹരിയിലിരിക്കുന്നു. ഗുപ്തമായി എൻ്റെ രാജധാനി സ്ഥാപിക്കുന്നു. ബാബ തരുന്ന ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് വിചാരസാഗര മഥനം ചെയ്ത് ഞാൻ മുഴുവൻ ദിവസവും അപാര സന്തോഷത്തിലിരിക്കുന്നു. രാവിലെ വിചാരസാഗര മഥനം ചെയ്യുന്നത് ഞാൻ എൻ്റെ ശീലമാക്കിയിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു, ഈശ്വരീയ ഫാമിലിയിൽ എൻ്റെ കർത്തവ്യം എന്താണ്? ഞാൻ പുതിയ രാജധാനി സ്ഥാപിക്കുകയാണ്. ഞാനിപ്പോൾ പരിധിയില്ലാത്ത ഈശ്വരീയ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് പരിധിയില്ലാത്ത ബാബയുടെ ഫാമിലിയാണ്. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സന്തോഷവും ലഹരിയും ശക്തിയും കയറുന്നു. ആത്മീയ ബാബയുടെ കുട്ടികൾ സഹോദരി സഹോദരന്മാരാണ്.
ഞാൻ ശ്രീമതത്തിലൂടെ നടക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. സദാ ഈ അറിവ് എന്നിൽ ലഹരി ഉണർത്തുന്നു. ഞാൻ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ കുടുംബമാണ്. ഇതിനെ ഈശ്വരീയ ഗുപ്ത കുടുംബമെന്ന് പറയുന്നു. ഭാവിയിൽ അന്യോന്യം വളരെ സ്നേഹമുള്ളവരാകുന്നു. ആത്മാവ് രൂപാകുന്നു, അതേസമയം വസന്തമാകുന്നു. ബാബ 84 ജന്മങ്ങളുടെ സ്മൃതി ഉണർത്തി തന്നിരിക്കുന്നു. എന്നെ സ്വദർശന ചക്രധാരിയാക്കുന്നു. എല്ലാവരും ബാബയുടെ കുട്ടികളാണ്. സർവർക്കും ബാബയുടെ പരിചയം നൽകണം. ഇപ്പോൾ ഭാരതത്തിന്റെ മംഗളം നടന്നുകൊണ്ടിരിക്കുന്നു. ബാബയുടെ നിർദ്ദേശമാണ്, ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ബാബയെ ഓർമ്മിക്കൂ. ബാബ സർവരുടെയും സദ്ഗതി ദാതാവാണ്. കൽപ്പകൽപ്പം സംഗമത്തിൽ വന്ന് മുഴുവൻ പരിവാരത്തിനും സദ്ഗതി നൽകുന്നു. ഞാൻ ഈ പഴയ ലോകത്തെ മറന്ന് ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് വികർമ്മം വിനാശമാക്കുന്നു. ഞാൻ മധുരമായ ബാബയെ അതിയായി സ്നേഹിക്കുന്നു. ആത്മാവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഉപരിയായി പോകണം. വളരെ ശ്രദ്ധാലുവായിരിക്കുന്നു. മായയുടെ വികൽപ്പങ്ങളിൽ ഭയക്കില്ല. ബാബയ്ക്ക് തന്റെ സത്യമായ വാർത്ത കേൾപ്പിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഓരോ കാര്യത്തിലും സാരത്തെ ഗ്രഹിച്ച് ഓൾറൗണ്ടായി മാറുന്ന സരള പുരുഷാർത്ഥിയാകുന്നു. ബാബ എന്നിലൂടെ മുഴുവൻ പരിവാരത്തിലുള്ള ആത്മാക്കൾക്കും ശക്തികളും ഗുണങ്ങളും നൽകുന്നു. ബാബ പറയുന്നു, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് കണ്ട് മറ്റുള്ളവരും ചെയ്യുന്നു. അതിനാൽ എൻ്റെ നടപ്പും സ്വഭാവവും ശ്രീമതമനുസരിച്ചായിരിക്കണം. ബാബ എന്നിലൂടെ മുഴുവൻ പരിവാരത്തെയും പരിപാലിക്കുന്നു, എന്നെ നിമിത്തമാക്കിയിരിക്കുന്നു. ഈ പരിവാരത്തിലെ ആത്മാക്കൾ മുഴുവൻ സൃഷ്ടിചക്രത്തിലും മുഴുവൻ സമയവും എൻ്റെ കൂടെയുണ്ടാകും. ഏതൊരു കാര്യത്തിലും ധൈര്യത്തിന്റെ കുറവില്ല. സരള പുരുഷാർത്ഥി സ്വയം സരളചിത്തരായിരുന്ന് മറ്റുള്ളവരെയും സരളചിത്തരാക്കുന്നു. സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതിൻ്റെ പ്രഭാവത്തിൽ നിന്ന് വേറിട്ടും ബാബയുടെ പ്രിയപ്പെട്ടവരാകുന്നു. ഓം ശാന്തി.